നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോഹൻലാലിന്റെ വരാൻ പോകുന്ന 20-ലധികം സിനിമകളാണ്. ഓക്കെ, അതിൽ റാമിന്റെ ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. എമ്പുരാന്റെ 3-ാം ഭാഗമായ അസ്രായേൽ ഡ്രോപ്പ് ഔട്ട് ഒന്നും ആയിട്ടില്ല. അത് പൃഥ്വിരാജ് തന്നെ പറയുന്നുണ്ട്. പടം ഇക്കൊല്ലം ആദ്യം തന്നെ വരാൻ പോണ ദൃശ്യത്തിന്റെ 3-ാം ഭാഗം ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന ചിത്രം. ഇതിൽ കൂടുതൽ ഞാൻ ഒന്നും പറയുന്നില്ല. മലയാളികൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന പടം കൂടിയാണ്. ഞാൻ ഇതിൽ കൂടുതലൊന്നും പറയില്ല. പടം മെയിലാണ് വരാൻ പോണത്. ഓക്കെ, ബാക്കി നമുക്ക് കണ്ടതിന് ശേഷം അറിയാം. രണ്ടാമത്തെ ചിത്രം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ലാലേട്ടന്റെ മകളെ ചിത്രം. മോഹൻലാൽ ഉണ്ടെന്ന് അറിയാലോ. അത് ഓണത്തിനാണ് വരാൻ പോണത്. ഓക്കെ, രണ്ടാമത്തെ ചിത്രം അത്. മൂന്നാമത്തെ ചിത്രം നമ്മളെ വൈശാഖി ചിത്രമായുള്ള ഖലീഫയിൽ ഒരു ക്യാമിയോ റോളാണ്. അത് നിങ്ങൾക്കറിയാലോ, പൃഥ്വിരാജിന്റെ ഒപ്പം ചെയ്യുന്ന ഒരു ക്യാമിയോ റോളാണ് മോഹൻലാലിന്റെ. ഖലീഫയ്ക്ക് 2-ാം ഭാഗം ഉണ്ട്. ആ 2-ാം ഭാഗത്തിൽ മോഹൻലാൽ മാത്രമാണ്. ഓക്കെ, അതും കൂടി ഞാൻ ഈ അവസരത്തിൽ പറയാണ്. ഓക്കെ, നാലാമത്തെ ചിത്രം അതിമനോഹരം, അഥവാ ലാലേട്ടൻ പോലീസ് വേഷത്തിൽ എത്തുന്ന ചിത്രം. നമ്മുടെ തരുൺ മൂർത്തിയുടെ പടം. ആഫ്റ്റർ തുടരും തരുൺ മൂർത്തിയുടെ പടം കൂടിയാണ് അതിമനോഹരം. അതിൽ പ്രകാശ് രാജും ഈ പറഞ്ഞ പോലെ തന്നെ ബിനു പപ്പും വീണ്ടും അവരെ സെയിം ടീം തന്നെയാണ് ഈ പടത്തിൽ വരാൻ പോണത്. ജെക്സ് ബിജോയ് മ്യൂസിക്കും. ഓക്കെ, ഇതാണ് അഞ്ചാമത്തെ ചിത്രം ജയിലറിന്റെ 2-ാം ഭാഗം. ഇതില് ക്യാമിയോ റോളാണ് നെൽസൺ സംഭവം. 1-ാം ഭാഗങ്ങൾ കണ്ടതായിരിക്കും. അതിൽ ചെറിയൊരു സീൻ നമ്മൾ കണ്ടിട്ടുള്ളൂ. 2-ാം ഭാഗത്തിൽ കുറച്ചധികം സീനും നമ്മളെ മോഹൻലാലിന് നമ്മളെ ലാലേട്ടന് ഉണ്ട് എന്നുള്ളത് കൺഫേം ആണ്. ഈ പടം ഇക്കൊല്ലം വരാൻ പോണ ചിത്രമാണ്. ഓഗസ്റ്റിലാണ് പടം റിലീസ് ആവാൻ പോണത്. ഖലീഫയും ഓഗസ്റ്റിലാണ്. മോഹൻലാലിന്റെ ഒരുപാട് പടങ്ങൾ ഓഗസ്റ്റിൽ വരുന്നുണ്ട്. ഒരുപാടല്ല, 2 പടങ്ങളായിട്ട് ഒരു മാസം വരുന്നുണ്ട്. അത് ഓണത്തിന്. ഒന്ന് ജയിലർ 2-ഉം പിന്നെ ഖലീഫയും. ഇനി നമുക്ക് 6-ാമത്തെ ചിത്രത്തിൽ കിടക്കാം. 6-ാമത്തെ ചിത്രം കത്തനാർ എന്ന ചിത്രമാണ്. ഓക്കെ, കത്തനാർ എന്ന ചിത്രത്തില് ജയസൂര്യ പടത്തിലും മോഹൻലാലിന്റെ ഒരു ക്യാമിയോ ഉണ്ട്. ഇതിലൊക്കെ ക്യാമിയോ ചെയ്യാനുള്ള കാരണം നമ്മളെ ഗോകുലം ഗോപാലനാണ്. അന്ന് എമ്പുരാനിലൊരു പെറിയ സഹായമാണ് അന്ന് അണ്ണൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ മോഹൻലാൽ ഇങ്ങനത്തെ പടങ്ങളിലൊക്കെ ക്യാമിയോ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഗോകുലൻ അണ്ണന്റെ പടത്തിലൊക്കെ മോഹൻലാലിന് ക്യാമിയോ വരുന്നുണ്ട് എന്നുള്ളതാണ്. അടുത്ത പടം ഒറ്റക്കൊമ്പൻ സുരേഷ് ഗോപിയുടെ പടം. സുരേഷ് ഗോപിയുടെ പടം മിഥുൻ മാനുവലാണ് സംവിധാനം ചെയ്യുന്നത്. ഈ ചിത്രത്തിലും ഗോകുലം ഗോപാലനാണ് പ്രൊഡക്ഷൻ വരുന്നത്. അടുത്ത ചിത്രം 8-ാമത്തെ ചിത്രം ബബ്ബയുടെ 2-ാം ഭാഗം. ഓക്കെ, ഇത് ബബ്ബയുടെ ഫസ്റ്റ് ഭാഗം വിജയിച്ചാൽ ഉണ്ടാവുന്ന അന്ന് തന്നെ നമ്മുടെ ധ്യാൻ ശ്രീനിവാസനൊക്കെ കൺഫേം ചെയ്ത കാര്യമാണ്. ഇതെന്തായാലും ഉണ്ടാവും എന്നുള്ളത് ദിലീപും ഇപ്പോ കൺഫേം ചെയ്തിട്ടുണ്ട്. 9-ാമത്തെ ചിത്രം മലയാളികൾ കൂടുതലായിട്ട് കാത്തിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് ഇത്, 2-ാം ഊഴം. ഈ സിനിമ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് ഡയറക്ടറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി നമ്മളെ മണിരത്നം ഒക്കെ വരുന്നു എന്ന ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. കൺഫേം അല്ല. 10-ാമത്തെ സിനിമ ദിലീഷ് പോത്തനും ലാലേട്ടനും ഒന്നിക്കുന്ന സിനിമ. ദിലീഷ് പോത്തൻ ഒരുപാട് കാലങ്ങളായിട്ട് പറയുന്ന സിനിമയാണ്. 11-ാമത്തെ ചിത്രം നമ്മളെ RDX സംവിധായകൻ നഹാസ് ഹിദായത്ത്. RDX അല്ല, ഇപ്പോൾ ഐ ആം ഗെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാലുമായിട്ടാണ് അടുത്ത സിനിമ എന്നാണ് നമ്മൾ കേട്ടത്. ഓക്കെ, അപ്പോൾ ഇതും ജസ്റ്റ് റൂമർ മാത്രമാണ്. ആരും കൺഫേം ചെയ്യണ്ട. നഹാസ് ഹിദായത്ത് മോഹൻലാൽ അടുത്ത് പോയിട്ട് കഥ പറഞ്ഞേക്കണു എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. അടുത്തത് നിവിൻ പോളിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം വരാൻ പോണ ആഫ്റ്റർ കായംകുളം കൊച്ചുണ്ണി. അങ്ങനെ തോന്നുന്നു. കായംകുളം കൊച്ചുണ്ണിക്ക് ശേഷം 2 പേരും ഒന്നിക്കുന്ന സിനിമ. വിനീത് ശ്രീനിവാസനാണ് സംവിധാനം ചെയ്യാൻ പോണത്. ഓക്കെ, ഈ സിനിമയും ടൈം എടുക്കും വരാൻ. കാരണം ഇത്രയും ഞാൻ പറഞ്ഞപ്പോ തന്നെ 10-11 പടമായി. അടുത്തത് അമൽ നീരദും മോഹൻലാലും ഒരു സിനിമ വരുന്നുണ്ട് എന്ന് ഒരു ജസ്റ്റ് റൂമർ. ഓക്കെ, അടുത്ത സിനിമ 14-ാമത്തെ സിനിമ പ്രിയദർശന്റെ 100-ാമത്തെ ചിത്രം. 100-ാമത്തെ സിനിമ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്നു. അതിൽ മോഹൻലാൽ നായകനായിട്ട് വരുന്നു. പടം ഓൾറെഡി അനൗൺസ് ചെയ്ത് കഴിഞ്ഞ സിനിമയാണ്. പൂജ കഴിഞ്ഞ സിനിമയാണ്. ആശീർവാദ് പ്രൊഡക്ഷനിൽ വരുന്ന ചിത്രം കൂടിയാണ്. ഓക്കെ, അടുത്ത ചിത്രമാണ് L3 അസ്രായേൽ. പടം ഡ്രോപ്പ് ഔട്ട് ആയിന്ന് ഒരുപാട് ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ പൃഥ്വിരാജ് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട് പടം വന്ന് ഡ്രോപ്പ് ഔട്ട് ആയിട്ടില്ല. പടം എന്തായാലും വരും, അത് കൺഫേം ആയിട്ടുണ്ട്. വിമർശനങ്ങൾ കാരണം ഒരു സിനിമ ചെയ്യാനോ ചെയ്യാതിരിക്കാനോ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഒരാളല്ല ഞാൻ. ഇപ്പൊ ഒരു സിനിമ, എനിക്ക് ഇപ്പൊ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും എനിക്ക് തോന്നുന്നു ഇൻ ജനറൽ അതിന്റെ ഒരു അടുത്ത ഭാഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ എനിക്കത് ആണ് വലിയൊരു മോട്ടിവേഷൻ, വലിയൊരു പ്രചോദനം. കാരണം ഞാൻ ഇപ്പോഴും എവിടെയെങ്കിലും പോയാൽ ഇപ്പോൾ ഒരു ചോദ്യമെങ്കിലും L3 എന്നാണ് എന്ന്, അല്ലാതെ ഇന്ന് വരെ ഞാനൊരു പ്രസ് മീറ്റ് പോയതിൽ എന്റെ L3 ചോദിക്കേണ്ട ആരും അങ്ങനെ വന്നിട്ടില്ല. അപ്പോ അതുള്ളിടത്തോളം കാലം അത് ചെയ്യാൻ എനിക്കൊരു പ്രചോദനമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് സത്യത്തിൽ എന്റെ അഫ്കോഴ്സ് ലാലേട്ടന്റെ ഒക്കെ സമയം എന്റെ സമയത്തേക്കാൾ വിലപ്പെട്ടതാണ്. പക്ഷെ ഞാൻ അതിനുവേണ്ടി സമയം മാറ്റി വെക്കുക എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. ആ ചിത്രം എന്തായാലും വരും, പക്ഷെ ഒരുപാട് സമയം എടുക്കും. പറയാലോ, പൃഥ്വിരാജിന് ഒരുപാട് പടങ്ങൾ വരാണ്ട്. നമ്മൾ പൃഥ്വിരാജിന്റെ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ട് വരാനുള്ള പടങ്ങളെ കുറിച്ച് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത പടമാണ് റാം എന്ന ചിത്രം. ഇത് ഡ്രോപ്പ് ഔട്ട് ആയിട്ടില്ല. ഈ പടം 60% ഷൂട്ടിംഗ് കഴിഞ്ഞ പടം കൂടിയാണ്. പ്രൊഡ്യൂസേഴ്സുമായി എന്തൊക്കെ പ്രശ്നത്തിലാണ്. 50 ദിവസത്തെ ഷൂട്ട് ഉണ്ട് എന്നാണ് നമ്മൾ ജിത്തു ജോസഫ് പറഞ്ഞത്. ആണെങ്കിൽ
നമ്മളെ റാമും ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഒരുപാടധികം സിനിമകൾ ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടുത്താൻ വിട്ട വല്ല സിനിമകളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം.